ഇത് സ്ത്രീകൾക്ക് ഒരു അവസരം നൽകുന്നതല്ല, അവരുടെ അവകാശം ഉറപ്പിക്കുന്നതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അവസരം വന്നപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഈ ബിൽ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമാകും, സാമൂഹിക നീതി ഉറപ്പാക്കും, വികസനത്തിൽ സമത്വം കൈവരിക്കും. സ്ത്രീകളെ ശക്തിപ്പെടുത്താതെ ഒരു രാജ്യവും ശക്തമാകില്ല. നമസ്കാരം. 2/3 ഭൂരിപക്ഷമില്ലാതെ പാർലമെന്റിൽ പാസ്സാകാതെ പോയ വനിതാ സംവരണ ബിൽ തിരുവനന്തപുരം നഗരസഭയിൽ പ്രമേയമായി അവതരിപ്പിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. കൗൺസിൽ യോഗത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്തായാലും ആശാനാഥ് ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് ഈ സഭയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണ പ്രമേയമല്ല. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഏകദേശം പകുതിയോളം സ്ത്രീകളാണ്. എന്നാൽ അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം വളരെയേറെ കുറവാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ലോക്സഭയിൽ സ്ത്രീകളുടെ എണ്ണം 15% മാത്രമാണ്. ഇതാണ് ഈ ബില്ലിന്റെ ആവശ്യകതയെന്ന ഏറ്റവും വലിയ തെളിവ്. 1971 സെൻസസ് അടിസ്ഥാനമാക്കി നിലവിലുള്ള മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ 543 ലോക്സഭാ സീറ്റുകളിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് അവസരമാണ് ലഭിച്ചത്. ഇന്നും സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് വരാൻ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിനാലാണ് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ഈ ബില്ല് പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ചത്. ഇത് സ്ത്രീകൾക്ക് ഒരു അവസരം നൽകുന്നതല്ല, അവരുടെ അവകാശം ഉറപ്പിക്കുന്നതാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുജിയും നിർമ്മല സീതാരാമനെയും പോലെയുള്ള നേതാക്കൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നു. ഇവർ തെളിയിക്കുന്നത് സ്ത്രീകൾക്ക് അവസരം ലഭിച്ചാൽ അവർ രാജ്യത്തെ ശക്തമായി നയിക്കാം എന്നുള്ളതാണ്. അതേസമയം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിലേക്കുള്ള സ്ത്രീകളുടെ നേതൃപങ്ക് സമൂഹത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിലും നിയമസഭകളിലും ഇതുവരെ സമാനമായ അവസരം ലഭിച്ചിട്ടില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അവസരം വന്നപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് ഭാരതത്തിലെ സ്ത്രീകൾ പൊറുക്കുകയില്ല. നിലവിലെ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ലോക്സഭയിൽ 272 സീറ്റുകൾ സ്ത്രീകൾക്ക് ലഭിക്കുമായിരുന്നു. കേരള നിയമസഭയിൽ 70 സീറ്റുകൾ ലഭിക്കുമായിരുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോക്സഭയിൽ ഉള്ള സീറ്റ് 543 ആണ്. 1971 55 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ നിശ്ചയിച്ചതാണിത്. ഇത് പ്രകാരം സംവരണം നടത്തിയാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് 181 സീറ്റുകളാണ്. എന്നാൽ ഇന്ന് ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചു. ഇതിൻ പ്രകാരം വർദ്ധിപ്പിക്കേണ്ടത് 815 ആയി. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കുക 272 സീറ്റുകളാണ്. കേരള നിയമസഭയിൽ 140 സീറ്റുകളാണ്. ഇത് പ്രകാരം സ്ത്രീകൾക്ക് ലഭിക്കുക 47 സീറ്റാണ്. സീറ്റ് വർദ്ധിപ്പിച്ചാൽ 210 സീറ്റുകൾ. അതിൽ സ്ത്രീകൾക്ക് 71 സീറ്റുകൾ ലഭിക്കും. ഇന്ന് കേരളത്തിലെ വോട്ടർമാർ 2,70,00,000 10 ലക്ഷം വരുന്ന ജനസംഖ്യയ്ക്ക് ഒരു MP എന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് ലഭിക്കേണ്ടത് 27 MP സീറ്റുകൾ. അതിൽ 33% സ്ത്രീകൾക്ക് ലഭിക്കും. 55 കോടി ജനസംഖ്യ ഉണ്ടായപ്പോൾ ഉള്ള അംഗങ്ങൾ മതി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് തികച്ചും അനീതിയാണ്. ഈ അനീതിക്കെതിരെ ശക്തമായി നമ്മൾ ശബ്ദമുയർത്തണം. ഈ ബിൽ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമാകും, സാമൂഹിക നീതി ഉറപ്പാക്കും, വികസനത്തിൽ സമത്വം കൈവരിക്കും. സ്ത്രീകളെ ശക്തിപ്പെടുത്താതെ ഒരു രാജ്യവും ശക്തമാകില്ല. അതുകൊണ്ട് തന്നെ ഈ വനിതാ സംവരണ ബില്ലിനെ ഈ നഗരസഭയുടെ ഓരോ വനിതകൾക്ക് വേണ്ടിയും ശക്തമായി പിന്തുണയ്ക്കുകയും അത് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും എന്റെ ഈ പ്രമേയം പാസ്സാക്കണമെന്നും ആവശ്യപ്പെടുന്നു. സ്ത്രീ ശക്തിയിലൂടെ രാഷ്ട്രശക്തി എന്ന വിശ്വാസത്തോടുകൂടി എന്റെ വാക്കുകൾക്ക് വിരാമമിടും. എന്തായാലും ഈ പ്രമേയ അവതരണത്തിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് പാർലമെന്റിൽ പാസ്സാകാതെ പോയ ഇത്തരത്തിലൊരു വനിതാ സംവരണ ബിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കൗൺസിൽ യോഗത്തിൽ പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.